എന്താ തുറക്കച്ചത് എങ്ങടാ വീട്ടിലേക്ക് വേണ്ട നീ ഇങ്ങോട്ട് വരണോ വരണ്ടേന്ന് ഞാൻ തീരുമാനിച്ചു. ആളുകൾ കേൾക്കുന്നത് എന്തെങ്കിലും ഉണ്ട് അകത്തിരുന്ന് സംസാരിച്ചൂടെ? വേണ്ടെന്ന് നീ വരണ്ടെന്ന് പറഞ്ഞില്ലേ? നിന്നെ പോലെ ഒരു മകളിലോട് എനിക്ക് പുറത്ത് തല ഉയർത്തി നടക്കാൻ പറ്റില്ലാന്ന്. അച്ഛൻ ഈ അണ്ടോറിൽ നിന്ന് എനിക്കാണ് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത. അങ്ങോട്ട് മാറിയത് അച്ഛൻ ബലം പിടിച്ചിട്ട് അല്ല എനിക്ക് വേണേ ചാടി കയറാൻ. എന്നാന്ന് ചാടി കയറാ? ആണാണ് കയറാ. ഇതേ കയറാൻ പറ്റില്ല. കൂട്ട് കാണിച്ചു തരാമല്ലോ. വേഷം കെട്ടെടുക്ക്. അച്ഛാ മെറ്റല് കയ്യെന്ന് കളയാൻ. നീ ഇങ്ങോട്ട് കയറണ്ട പറഞ്ഞ കയറണ്ട. എന്തൊരു പ്രാന്താണ്. എന്താ പ്രശ്നം? എടി ഇവിടത്തെ ഒരു നായ, ഒരു കൊരങ്ങൻ, ഒരു കഴുത, ഇനി ഞാൻ മൂന്ന് ഒരുമിച്ച് വന്നാ നാട്ടുകാർ കാണുമെന്ന്. ഇനി കാണാനൊന്നുമില്ല. ഇനി എന്താ നാണക്കാരെ കുടുംബത്തിന്റെ നാളെ തന്നെ പോയി എല്ലാരും കാണണം. എന്താണ് പ്രശ്നം? നാട്ടുകാർ നോക്കൂന്ന്. എടി ഇവനെ എന്താ ചെയ്തെന്നറിയത്? എന്ത് ചെയ്ത്? ഇവന്റെ ജില്ലാ സപ്ലൈ ഓഫീസ് പോയിരിക്കണു. എന്തിനാ? അവന്റെ അമ്മായിമ്മക്ക് പുടവ മേടിച്ചു കൊടുക്കാൻ. ഈ മനുഷ്യൻ എന്തൊക്കെയാണ് ഈ പറയണേ? എനിക്കറിയാൻ പാടില്ല അമ്മ. ഞാൻ ജില്ലാ സപ്ലൈ ഓഫീസിൽ പോയി ഒരു പുതിയ റേഷൻ കട തുടങ്ങാനുള്ള ലൈസൻസിനുള്ള ഒരു ആപ്ലിക്കേഷൻ അവിടെ നിന്ന് മേടിച്ച്. കണ്ടോ മാനം പോയില്ലേ? ഇപ്പൊ റേഷൻ കട നടത്താൻ പോവാണെന്ന് പറ്റും. അതിനാണോ ഞാൻ ഡിപ്ലോമ വരെ ഈ പന്നീനെ പഠിപ്പിച്ചു? മനുഷ്യ റേഷൻ കട തുടങ്ങി ഇപ്പൊ എന്താ പ്രശ്നം? എന്താ പ്രശ്നമോ? കുടുംബത്തിന്റെ മാനം പോയില്ലേ? നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി പഠിപ്പിച്ചല്ലേ ഞാൻ അവനെ. അമ്മ എനിക്കിനി പാടില്ല ഇന്റർവ്യൂ ടെസ്റ്റ് എഴുതാം. ഞാൻ റേഷൻ കട തുടങ്ങി ജീവിച്ചോളാം. അവനത് തുടങ്ങി ജീവിച്ചോളൂ. നിങ്ങൾക്ക് എന്താ ഇപ്പം? അവ റേഷൻ കട തുടങ്ങൂല, ജീവിക്കൂല. നമ്മുടെ കടമുറിയുണ്ടല്ലോ, എനിക്ക് അതിൽ തുടങ്ങിക്കൂടെ? നിന്റെ തന്തയ്ക്ക് കടമുറിയിട്ടാ? തന്തക്കില്ല, തന്തക്ക് സ്ത്രീധനം കിട്ടി അമ്മയുടെ ഒരു മുറി കിടപ്പില്ലേ? അത് റേഷൻ കട തുടങ്ങാനൊന്നും ഞാൻ തരില്ല. ഞാൻ റേഷൻ കട തുടങ്ങണുള്ളൂ. അതങ്ങനെ നിങ്ങൾ പറയണേ? അതെന്റെ പേരിലുള്ളതല്ലേ? അതിലെന്റെ കൊച്ചു തുടങ്ങിക്കോളൂ. അതൊരു കഷ്ടം നോക്കിയൊക്കെ മനുഷ്യ നാട്ടുകാരെ കാണിക്കാതെ. എന്തിനു മുണ്ടെടുത്ത് കൊടുക്കണേ? മാനം പോയില്ലേ? നീ നാട്ടുകാർ കാണട്ടെ, എല്ലാരും കാണട്ടെ. എന്നാ പിന്നെ അതിന്റെ മുകളിലേക്ക് കയറിക്ക്. എന്തിനും അതിന്റെ മുകളിൽ ഞാൻ റോഡ് കൂടെ ഇറങ്ങി നടക്കും. കാണട്ടെ, കാണട്ടെ, എല്ലാരും കാണട്ടെ. കണ്ടോളെ, പഠിപ്പിച്ച് ഒരു നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ട് മകൻ ഒരു നിലയിൽ എത്തിച്ചപ്പോ അവന്റെ തന്നിഷ്ടത്തിന് ജോലി ചെയ്യണം. മനുഷ്യന്റെ മാനം കളയാൻ വേണ്ടിട്ട്. അതെ, ആൻഡ്രോയിഡും കൂടി ഊരി കളഞ്ഞിട്ട് നടക്ക്. എന്തിനാ ഞാൻ വേണ്ടോന്ന് അതൂരടാ, അതൂരടാ. ഞാൻ നായേ അതൂരി. ഞാൻ ആളുണ്ടവിടെ ആയിരിക്കണ. ഇതാണ് ആള്. ആളിച്ചിരി പൊങ്ങച്ചക്കാരനാ. നമ്മുടെ കാര്യം കാണാൻ വേണ്ടി കുറച്ചൊക്കെ ഒന്ന് നമ്മൾ തട്ടിപ്പൊക്കി മുകളിലോട്ട് വെച്ചാൽ കാര്യങ്ങൾ നടക്കും. കാശ് വന്നെന്ന് പറയും ഇയാൾക്ക് തുണി കൊടുക്കാണ്ടായ. നിക്കറുണ്ടല്ലേ. നമസ്കാരം. ആര്? കേട്ടോ. കേറിയിരിക്ക്. അയ്യോ, ഉറക്കമായിരുന്നോ? ഇല്ല, ഇങ്ങനെ ഇരുന്നു. മനസ്സിലായോ? ഇല്ല. അയ്യോ ഇല്ലല്ല. ഇല്ലേ? ഇല്ല. മിലിറ്ററി വൻമകൻ, മിലിറ്ററി വൻമകൻ. ഓ ഓ, നീ പട്ടാളത്തിന്ന് കുക്കായിട്ട് പിരിഞ്ഞോന്നല്ലേ? അല്ല രാഘവേട്ട, അത് അസൂയക്കാര് പറയുന്നല്ലേ. ഞാനത് ഒരു ദിവസം മിലിറ്ററിയിൽ കുക്കില്ലായിരുന്നു. ഇല്ലാത്ത ദിവസം 2 ദോശ കഴിച്ചു. അതിനെ പിന്നെ കളിയാക്കി പറഞ്ഞതാ. ഞാൻ അതിർത്തിയിലല്ലേ ചുട്ടത്. എന്തെന്ന്? അല്ല, അതിർത്തിയിലായിരുന്നല്ലോ വെടിവെച്ചതേ. ഓ, വെടി. അപ്പൊ ഗിടി എന്നാന്ന് ചുടാൻ വന്നേ? അല്ല, ഞങ്ങള് രാഘവേട്ടനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അതെയാ? ഒന്നുമില്ല, ഞാനൊരു റേഷൻ കട തുടങ്ങാനായിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതിന് സപ്ലൈ ഓഫീസിലല്ലേ പോണ്ട്? അതെ, സപ്ലൈ ഓഫീസിൽ അപേക്ഷ കൊടുത്തു. നമ്മൾ ഈ പട്ടാളക്കാരായതുകൊണ്ട് കുറെ ആനുകൂല്യങ്ങൾ, ഇളവുകളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കൊരു കട വേണം ഇത് തുടങ്ങാനായിട്ട്. അപ്പൊ രാഘവേട്ടനാണെങ്കിൽ ഇവിടെ കവലയില് 3-4 സ്ഥലത്ത് കടകൾ കിടപ്പുണ്ടല്ലോ, വെറുതെ പൂട്ടിയിട്ടൊക്കെയാണല്ലോ. അതെ അതെ. അപ്പൊ ഏതെങ്കിലും ഒരു കട എനിക്ക് തരണം. അതിപ്പോ എന്റെ മസ്കറ്റിലെ മോഹൻ മോഹനോടും ഷാർജയിലെ ഷാജുവിനോട് ചോദിക്കണം. അതുപോലെ സൗദിയിലെ രാജമോഹനോട് ചോദിക്കണം. പിന്നെ ഞാനിപ്പോ നമ്മുടെ മിലിറ്ററിയിലെ ക്യാൻറ്റീനിൽ പോയിട്ട് വരണ വഴിയാ. ഈ രാഘവേട്ടന് കുറെ നാളായില്ലേ കണ്ടിട്ട്. അപ്പൊ എന്റെ മനസ്സിലിങ്ങനെ ഒരു ഇത് രാഘവേട്ടനെ വന്ന് ഒന്ന് ചെറുപ്പമായിട്ടുണ്ട്. ഇത് എന്റെ ഒരു സന്തോഷം. അപ്പൊ എന്താ വെച്ചാൽ രാഘവേട്ടന് മക്കളെയൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കുക എനിക്ക് കട തരണ കാര്യം. അതിപ്പോ അവരോടൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞെടുത്ത് അവര് നിൽക്കും. പിന്നെ അങ്ങനെ വളർത്തത് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യമുണ്ട്. 20,000 റുപ്യ ഡെപ്പോസിറ്റ് തരാം, 1,500 വാടകയും. അയ്യോ തരാം. ഞാന്
എല്ലാ മാസവും കിട്ടുന്ന ഈ കോട്ടയുണ്ടല്ലോ, അതിൽ നിന്ന് ഞാൻ രാഘവേട്ടന് എന്തായാലും ഒരു ബോട്ടിൽ ഞാൻ തരും. എനിക്ക് രാഘവേട്ടൻ അത്ര ഇഷ്ടമാണ്, എന്റെ മാതൃകാ പുരുഷനാണ്. എന്നാലും ഞാൻ വാടകയിൽ ഒരു ചെറിയ കുറവ് വരുത്താം. 1000 രൂപ വാടകയും മറ്റത് ഡെപ്പോസിറ്റ് 10,000 ആക്കാം. മറ്റേ വാടക തീരെ തരാണ്ട് ഒന്നാവൂല. അത് തരാം. ഈ കറണ്ടിന്റെ പൈസ അത് ഞാൻ അടച്ചോളാം. എന്നാ പിന്നെ ശരി. ഇത് മറന്നിട്ടില്ല അല്ലേ? അതൊക്കെ ശീലിച്ചു പോയല്ലേ ചിട്ടകളല്ലേ? അയ്യോ, എന്തെന്നരാ 4 കുപ്പി എന്ന് പറയണ്ടായിരുന്നു. ആശാനല്ലേ പറഞ്ഞു. പ്രത്യേകിച്ച് വാടക കുറഞ്ഞില്ല. ഞാൻ വിചാരിച്ചു അയാള് ഫ്രീ ആയിട്ട് തരും. അങ്ങനെ വരുന്നില്ല. ശരി. എന്നിട്ട് പിന്നെ തന്നിരിവൻ. വരൂ. സാറ് ഞങ്ങളുടെ റേഷൻ കടക്കാരൻ ഉത്തമ എനിക്ക് അരി സാധനങ്ങളൊന്നും തരണില്ല. നിങ്ങളുടെ പേരെന്താ? ചാന്ദിനി. അയാൾക്കെതിരെ പരാതി താലൂക്ക് ഓഫീസിൽ കൊടുത്തു. നമ്മൾ കൊടുത്തു. ഞാൻ കൊടുത്തു. അതിന് യാതൊരുവിധ നടപടി ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവണം. അല്ല, ഇപ്പൊ ആർക്കെതിരെ ഈ നടപടി എടുക്കേണ്ടത്? ഉത്തമനെതിരെയാണോ അതോ താലൂക്ക് ഓഫീസർക്കെതിരെയാണോ? താലൂക്ക് ഓഫീസർക്കെതിരെ. അപ്പൊ ഉത്തമനെതിരെ അല്ല. അല്ല, ഉത്തമനെതിരെ എന്താണ് നടപടി എടുക്കാതിരുന്നതെന്ന് കൂടി ഒന്ന് അറിയണം. അതും അറിയണം. അതും കൂടി അറിയണം. ഓ, ശരി. അപ്പൊ 2 പരാതിയാണ്. എഴുതി കൊണ്ടൊന്നുമില്ല. അതൊന്നുമില്ല. അപ്പൊ നമുക്ക് താലൂക്ക് ഓഫീസറെ ഒന്ന് വിളിക്കാം. എന്നിട്ട് ഈ കംപ്ലൈന്റ് പറയാം. എന്താ നമ്മൾ ചെയ്യേണ്ടത്? അവിടുന്ന് സ്ഥലം മാറ്റണോ അതോ പിന്നെ സസ്പെൻഡ് ചെയ്യണോ? എന്തായാലും കുഴപ്പമില്ല, നടപടി ഉണ്ടാവണം. അപ്പൊ ഒന്ന് വിളിക്കാം. ഹലോ, ജില്ലാ സപ്ലൈ ഓഫീസറാണ്, സത്യശീലാണ്. ആ റേഷൻ കട നടത്തുന്ന ഉത്തമൻ എന്ന് പറയുന്ന ആൾക്കെതിരെ ചാന്ദിനി എന്ന് പറയുന്ന ഒരാളൊരു പരാതി തന്നിട്ട് ആ പരാതി നിങ്ങൾ അന്വേഷിക്കാത്തത് എന്ത്? എനിക്ക് ഒരു എക്സ്ക്യൂസും കേൾക്കണ്ട. ആളുകൾ പരാതി വന്ന് പറയുമ്പോൾ അത് കൃത്യസമയത്ത് തന്നെ നടപ്പിലാക്കി കൊടുക്കണം. ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞാണല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ആ ഫയൽ എത്രയും പെട്ടെന്ന് എന്റെ മേശപ്പുറത്ത് എത്തിക്കണം. ശരി, പറഞ്ഞിട്ടുണ്ട്. അല്ല, അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. ഇപ്പൊ സമാധാനമായില്ലേ? അപ്പൊ ശരി. ആയിക്കോട്ടെ. എവിടുന്ന് വരുന്നു ഇതുപോലുള്ള ആള്? കോട്ടെ സാറുമാരെ. എന്താ ഞാനല്ലേ എന്താ സാറേ, ഈ റേഷൻ കടക്ക് ലൈസൻസ് വേണമല്ലോ. വേണോ? അതെ, എനിക്ക് അതിന്റെ കാര്യം അറിയാൻ വേണ്ടിട്ട് വന്നതാണ് സാറേ. ലൈസൻസ് ഇവിടെ 10ാം ക്ലാസ് പാസ്സായിണ്ടോ? 2ാം ക്ലാസ്സോ? എന്നിട്ടാ റേഷൻ കട ഉറങ്ങാൻ വന്നേക്കണ്? സാറേ, 2 വട്ടം 10ാം ക്ലാസ് എഴുതിയിട്ട് പാസ്സായിട്ടുണ്ട് ഞാൻ. ജയിച്ചിക്കണല്ലോ അല്ലേ? ജയിച്ചു സാർ. നിർത്തി. ഗ്രാജുവേഷൻ ഉണ്ടോ നിങ്ങക്ക്? എനിക്കില്ല സാറേ. എന്റെ സുഹൃത്ത് പയ്യാടക്കത്തെ വാലിനുണ്ടായിനി. അത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് റെഡിയായി. ഒരു കുഴപ്പമില്ല. എന്ത് ശരിയായി? ചങ്ങായി ഡിഗ്രി ഉണ്ടെന്നാ ചോദിക്കണേ. ഈ BCom BSc അങ്ങനെ കേട്ടിട്ടില്ലേ? ഈ സാധനം നിനക്കില്ല, പക്ഷെ ഡിഗ്രി ഉണ്ട്. 10ാം ക്ലാസ് ഡിഗ്രിയാ. ഇനിയിപ്പോ അത് ചോദിക്കണ്ട, അത് ബുദ്ധിമുട്ടും. അതേ, നിങ്ങൾക്കപ്പോ ലൈസൻസ് എടുക്കാനാണ്, റേഷൻ കടയുടെ ലൈസൻസ് എടുക്കാൻ വേണ്ടിട്ടാണ്. ഇവിടുന്നേ ഒരു ഫോം കിട്ടും. അപ്പൊ അത് വായിച്ചു നോക്കിയിട്ട് അത് എന്തൊക്കെയാണ് അതിൽ പറഞ്ഞേക്കെന്ന് വെച്ചാൽ അതൊക്കെ ഫില്ലപ്പ് ചെയ്യാം. സാറേ, ഇപ്പൊ ഫില്ലപ്പ് ചെയ്യോ? പറയണത് ആദ്യം അങ്ങോട്ട് കേക്ക്, എന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കാം കേട്ടോ. അത് ഫില്ല് ചെയ്തിട്ട് കോർട്ട് ഫീസ് സ്റ്റാമ്പ് 20 രൂപയുടെ
അത് മേടിച്ചിട്ട് ഇത് ഒട്ടിക്കണോ? ഓ സാർ. എന്നിട്ട് അപേക്ഷ വെക്കുമ്പോ അതിന്റെ കൂട്ടത്തില് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പി, പിന്നെ ആധാർ കാർഡിന്റെ ഒരു കോപ്പി, ഉണ്ട്. മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പി. സാർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്തിനാണ്? എനിക്ക് ഒരു കുഴപ്പമില്ല സാറേ. അപ്പൊ ലൈസൻസ് വേണ്ട? അല്ല ആരോഗ്യത്തിന് പ്രശ്നമില്ല. അല്ല ലൈസൻസ് വേണ്ടല്ലോ. എന്നാ ഈ പറഞ്ഞ അങ്ങോട്ട് കേട്ടിട്ട് അങ്ങോട്ട് കൊണ്ടാ. വേറൊരു കാര്യം, മോഷണ കേസിലൊക്കെ എന്തെങ്കിലും പ്രതിയാണോ? കുറ്റകൃത്യങ്ങൾ അങ്ങനെ ഉണ്ടോ? അല്ല പിടിച്ചു പറയോ മോഷണ കേസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നത്? മോഷണത്തിന്റെ ഇരി ഞാൻ കൂട്ടുനിന്നിട്ടുണ്ട്. കൂട്ടുനിൽക്കണോ? അതിന് ഞാൻ റേഷൻ കടയിൽ 9 കൊല്ലം തൂക്കി കൊടുക്കാന്ന് പറഞ്ഞല്ലേ. അപ്പൊ അതെന്റെ മുതലാളി ഈ അരി, പച്ചരി, മണ്ണെണ്ണ എല്ലാം മറിച്ചു വെക്കും. അപ്പൊ മുതലാളി കൂട്ടുനിന്നിട്ടുണ്ട് ഞാൻ. അങ്ങനെ അതിപ്പോ എല്ലാവരും സാധാരണ ചെയ്യുന്നതാണ്. വേറെ പോലീസ് കേസൊന്നും ഇല്ലല്ലോ? ഇല്ല, ഒരു കേസും ഇല്ല സാർ. പിന്നെ കുഴപ്പമില്ല. അത് എപ്പം വരട്ടെ സാർ ഞാനത്? അല്ല നിങ്ങൾ ഈ പറഞ്ഞൊക്കെ ആയിട്ട് എപ്പോഴാച്ചാ പോന്നോ? വാശി പറഞ്ഞ സർട്ടിഫിക്കറ്റുകളൊക്കെ റെഡി ആക്കിട്ടേ എപ്പോഴാച്ചാ പോന്നോ കേട്ടോ. പോയാ അതെ, നമുക്കൊരു പുതിയ സർക്കുലർ വന്നിട്ടുണ്ട്. അതായത് റേഷൻ കടയ്ക്കൊക്കെ ഇപ്പോ അപേക്ഷിച്ചിട്ടുള്ള ആളുകൾക്ക് ലൈസൻസ് കൊടുക്കണമെങ്കിൽ ഇനി അവരൊക്കെ വിളിച്ചിട്ട് ഇന്റർവ്യൂ നടത്തണം. എന്നിട്ട് അവർ യോഗ്യരാണോ അല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് യോഗ്യരാണെങ്കിൽ കൊടുത്താൽ മതി എന്നാ. ഇന്റർവ്യൂ ഇന്റർവ്യൂ കേട്ടില്ലേ സാർ പറഞ്ഞു കേട്ടോ? നല്ലതാ. ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അതിന് താൻ യോഗ്യനാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. സാറന്മാരുടെ ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ. ആ ഡേറ്റ് പറയുമ്പോ ഇന്റർവ്യൂവിന്റെ എനിക്ക് ചിലപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടായാലോ ഇപ്പൊ ചെയ്തു ഞാൻ റെഡിയാവും. അതെ ഞാൻ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഇല്ലേ, അതൊക്കെ ആയിട്ട് വായിട്ട് എന്നിട്ട് അപേക്ഷ സ്വീകരിക്കാൻ പറ്റുമെന്ന് ആദ്യം നോക്കട്ടെ കേട്ടോ. ചെന്നോ ആ സാർ. സാറേ ചെറിയ ഇത്തിരി പ്രശ്നം പോയിക്കോടാ സാറേ. അല്ലപ്പോ അതിപ്പോ ഇങ്ങനെയൊക്കെ ഒരു സംഗതി ഉണ്ടോ? അങ്ങനെ ഉണ്ട്. എന്ത് ചെയ്യൂപ്പോ? സാറേ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ എട്ടങ്ങാറാവൂട്ടോ. ഞാനൊരു 4-5 ആൾക്കാർക്ക് വാക്ക് കൊടുത്തേക്കണ് ലൈസൻസ് മേടിച്ചരായിരുന്നു. വാക്ക് കൊടുത്തേ ഉള്ളൂ അതോ? അപ്പൊ ഇത്ര ചോദിക്കാണ്ടോ? സ്വാഭാവികല്ലേ? നമ്മൾ ആർക്കൊന്നും വെറുതെ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നില്ല. ഞാനും 2-3 പേർക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാരും പറഞ്ഞിട്ടുണ്ട്. അല്ല ഇപ്പൊ മന്ത്രി പറഞ്ഞിട്ടുള്ള കേസുകൾ വേറുണ്ട്, പിന്നെ ആ MLA ഒക്കെ വിളിച്ച് പറഞ്ഞതുണ്ട്, പിന്നെ ഞാനും 1-2 പേരോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ ഇന്റർവ്യൂ നടത്താതെ പറ്റില്ല. ഒന്ന് തൊട്ടോ ഇന്റർവ്യൂവിൽ ആര് ജയിക്കുന്നു? ഒന്ന് നീ ഒന്ന് ഞാൻ. നോക്ക് തൊട്ടോ. കിറക്ക്. വരും. ഇരിക്കോ? ഞങ്ങൾ എവിടെയാണ്? അവിടെ ഇരുന്നോളൂ. എവിടെ ഇത് തരുമോ? എന്താ പേരെന്താ? പേര് ശ്രുതി. ശ്രുതിയോ? ശ്രുതി. അതെ നിങ്ങളെ പോലുള്ളവർക്ക് ഒരു 5 മാർക്ക് ഗ്രേസ് മാർക്കായിട്ട് കിട്ടും. 5. അതെ കേട്ടോ. അതിനെ സാറ് ചോദിക്കണ ചോദ്യത്തിന് തെറ്റായ ഉത്തരം പറഞ്ഞാൽ 4 മാർക്ക് പോകും, പിന്നെ 1 മാർക്ക് ഉണ്ടാവുള്ളൂ. എന്താ അരിയും ഗോതമ്പും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇപ്പൊ അരി വെളുത്തിട്ട ഗോതമ്പ്. അരി വെളുത്തിട്ടല്ലേ? ഗോതമ്പ് ചോദിച്ചാണല്ലോ. ഇപ്പോഴത്തെ ഈ റേഷൻ വിതരണ സമ്പ്രദായത്തെ കുറിച്ച് എന്താ അഭിപ്രായം? അതിനെ കുറിച്ച് ഇപ്പൊ മോശം അഭിപ്രായം നിനക്കില്ല. അപ്പൊ ഇപ്പം വെറുതെ ഈ വേണ്ടാത്ത പറഞ്ഞിട്ട് കിട്ടുന്നില്ലാണ്ട് വേണ്ടാലോ. അല്ല എന്താ വെച്ചാ പറഞ്ഞോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ലൈറ്റായാലും കുഴപ്പമൊന്നുമില്ല. നല്ല രീതിക്ക് തന്നെ നടന്നു പോകുന്നത്. മണം കുറച്ചാല് കുറവാ. അരിയുടെ മണോ അപ്പൊ കുറവാണൊന്നുമില്ല, ഇപ്പം കൂടുതലാ. അരിക്ക് പിന്നെ അരിയുടെ മണം ഉണ്ടാവണല്ലോ. അല്ല അല്ല നല്ല തന്നെയാ, കുഴപ്പമൊന്നുമില്ല. ഇല്ല ഒന്നുമില്ല. പിന്നെ പുറത്തേക്ക് നിന്നോളി കേട്ടോ. ശരി അപ്പൊ അറിയിക്കാം. ഞാൻ വിളിക്കുക. വിളിക്കും ഇവിടുത്തെ അറിയിക്കും കേട്ടോ. ശരി പോയിക്കോ. ഗോപിക്ക് റേഷൻ കട നേരെ നോക്കി നടക്കാൻ പറ്റില്ല. സാറ് ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ ലിസ്റ്റ് പ്രകാരം ആൾക്കാരൊക്കെ സെലക്ട് ചെയ്തിക്കണം, പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നടത്തുന്നത്?
ഇന്റർവ്യൂ നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ രണ്ടുപേരും സെലക്ട് ചെയ്യണ്ടേ? Good morning, sir. Good morning, sir. Good morning, sir. Ex-military Fauji home. Thank you, sir. പേരെന്താ? മിലിറ്ററി മന്മഥൻ ഞാനാണ് അറിയപ്പെടുന്നത്. മന്മഥൻ. ഓ, എത്ര കാലം ഉണ്ടെങ്കിൽ മിലിറ്ററിയില്? മിലിറ്ററിയില് ഞാനൊരു 17 കൊല്ലം. അത് ശരി. അപ്പൊ സാറേ നമ്മൾ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് കൃത്യമായിട്ട് ആൻസർ ചെയ്യണം. ആയിക്കോട്ടെ. ശരിക്കും മിലിറ്ററിക്കാരായതുകൊണ്ട് ഒരു 5 മാർക്ക് ഗ്രേസ് മാർക്ക് ആയിട്ടുണ്ട്. മിലിറ്ററിക്കാരല്ലേ ഞങ്ങൾക്ക് ഒരു 10 മാർക്കൊക്കെ തരായിരുന്നല്ലോ സാർ. നിങ്ങൾക്ക് പല ആനുകൂല്യങ്ങളും കിട്ടുന്ന ആൾക്കാരല്ലേ. ഓക്കെ, മതി, 5 മതി. പിന്നെ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് ആൻസർ കറക്റ്റ് അല്ലെങ്കിൽ ഞങ്ങൾ തരുന്ന 5 മാർക്കിൽ 4 മാർക്ക് കുറഞ്ഞു പോകും. അപ്പൊ കറക്റ്റ് അല്ലേ? Correct അല്ലെങ്കിൽ അല്ലെങ്കിലല്ലോ. എന്നാ പറയും? നമ്മള് ഇത് യുദ്ധം പോലെ തന്നെ कोई बात नहीं, ഉന്നം വെച്ചോടത്ത് കറക്റ്റ് പോയില്ല വെച്ചെങ്കിൽ വിചാരിക്കാത്തൊക്കെ തെറിച്ചു പോവല്ലോ. ठीक है, ठीक है, ठीक है. ശരി, അപ്പൊ ചോദിച്ചു. അപ്പൊ ആദ്യത്തെ ചോദ്യം ഈ സാറേ ബക്കറ്റിന്റെ മുന്നിൽ എന്തേനി ബക്കറ്റിന്റെ പിടി എന്താ? അയാളുടെ പേരിന്റെ ക്വസ്റ്റ്യൻ ഇതിലുണ്ടല്ലോ. സാമ്പൽ ബക്കറ്റ്. ഈ സാമുവൽ ബക്കറ്റ് ആരാന്നറിയോ? അതായത് എനിക്കറിയാവുന്ന വെച്ച് ഞാൻ പറയാം. എന്റെ വീടിന്റെ 4ാമത്തെ വീട്ടില് ഫിലിപ്പോസ് അച്ചാന്റെയും അനമ്മ ചേട്ടത്തിന്റെയും 5 മക്കളിൽ 4ാമത്തവനാണ് സാമുവല്. പിന്നെ ബക്കറ്റ് എല്ലായിടത്തും ഉള്ള ബക്കറ്റ് നമുക്കറിയാം. അത് പോയി. അടുത്ത് കഴിക്കുക, അത് വെള്ളത്തിലായി. അപ്പോ അടുത്ത ചോദ്യം. മിലിറ്ററിന്ന് മറ്റേ കോട്ട കിട്ടുമല്ലോ, അത് എനിക്ക് 4 കുപ്പിയാ കിട്ടും. അതെന്താക്കും? അത് ഞാൻ കഴിക്കില്ല, മറിച്ച് വെക്കും. വരച്ചു വെക്കും. അത് ശരി. അത് വെറുതെ എന്തിനാ സാറേ? അപ്പൊ റേഷൻ കട തുടങ്ങി കഴിഞ്ഞിട്ട് ചിങ്ങി മറച്ചു വെക്കാനും നേരണ്ടാവുള്ളൂ. അങ്ങനെയല്ല സാർ, അത് ഇപ്പൊ ഈ കുപ്പി എന്ന് പറഞ്ഞാൽ എനിക്ക് അവകാശപ്പെട്ടത്. എനിക്ക് മറിച്ച് വിൽക്കാം, തിരിച്ചു വിൽക്കാം, എന്ത് ചെയ്യാലോ. പക്ഷെ ഈ റേഷൻ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്കുള്ളത്. അത് നമ്മള് അത് ബോധ്യമുണ്ട് അല്ലേ? അത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അത് ശരി. അടുത്ത ചോദ്യം സാർ. ഇപ്പോഴത്തെ ഈ റേഷൻ വിതരണ സംവിധാനത്തിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഭയങ്കര മോശമാണ് സാറേ, വെരി ബാഡ്. ഞാനൊരു പരിധിവരെ ഒരു റേഷൻ കടയെ കുറിച്ച് ആലോചിച്ചത് തന്നെ ഇപ്പോഴത്തെ റേഷൻ സമ്പ്രദായങ്ങൾ മോശമായത് കൊണ്ടാണ്. ഞാൻ ഒരുപാട് സ്റ്റേറ്റിൽ വർക്ക് ചെയ്തൊരു ഫൗജിയാണ്. അപ്പൊ എനിക്കറിയാം ഓരോ സ്ഥലത്തെ റേഷന്റെ സമ്പ്രദായങ്ങള്. അപ്പൊ അതൊക്കെ ഇവിടെ നമുക്ക് കൊണ്ടുവരിക, ഇവിടെ പ്രാവർത്തികമാക്കണം സാർ. അത് നിങ്ങളുടെ സപ്പോർട്ട് വേണം എനിക്ക്, എന്നാലേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ശരി ശരി ശരി. അപ്പൊ അത്രയേ ഉള്ളൂ. ശരി കേട്ടോ. ഓക്കെ അല്ലേ സാർ? സാർ ആദ്യം അതും വേണ്ട, ഇതും വേണ്ട. കാരണം മൊത്തത്തിലുള്ള റേഷൻ സംവിധാനം നന്നാക്കാൻ വന്നിട്ടുള്ള ഒരാളാ.